ഹായ് എവറി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളുള്ളത് കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്രയിൽ പുതുതായിട്ട് ആരംഭിക്കുന്ന മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ടിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ്. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ടിന്റെ ചെയർമാൻ അഹമ്മദ് ഖയുടെ നാടാണ് ഈ പേരാമ്പ്ര എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഉദ്ഘാടന ചടങ്ങ് അതുപോലെ തന്നെ നമുക്ക് ഷോറൂമൊക്കെ ഒന്ന് എന്ത് ചെയ്യാം, നേരിട്ട് കാണാം. പല രാജ്യങ്ങളും അമേരിക്കയിൽ, ഓസ്ട്രേലിയയിൽ, ലണ്ടൻ എന്ന് വേണ്ട എല്ലാ ഗൾഫ് കൺട്രീസിലും, മലേഷ്യയിലും സിംഗപ്പൂരൊക്കെ തന്നെ ലോകത്തവിടെയൊക്കെ സ്ത്രീയും പുരുഷനും അവർക്ക് സ്നേഹവും കൊണ്ടുണ്ടാവും. യാതൊരു സംശയമായിട്ടില്ല. ലോകത്തിന്റെ സ്ഥലത്തൊക്കെ സ്നേഹവും കൊണ്ടുണ്ടാവും. അവിടെ ഗിഫ്റ്റുണ്ടാവും. ആ ഗിഫ്റ്റ് മലബാർ ഗോൾഡ് ഡയമണ്ട് ആയിരിക്കുന്നത് ഒച്ച മനസ്സിലായി. മലബാർ ഗോൾഡ് ഗിഫ്റ്റ് ആർട്ടിക്കലാണ് ഞങ്ങളുടെ പ്രോഡക്റ്റ്. അത് നല്ല രീതിയിൽ മാനുഫാക്ചർ ചെയ്ത് എല്ലാവരെയും കയ്യിലെത്തിക്കുക. അത് 100% ക്വാളിറ്റി ഗ്യാരണ്ടി വാങ്ങി ഞങ്ങൾ ഏറ്റെടുക്കുക. തൃപ്തിപ്പെട്ട ഞങ്ങൾ ക്ഷണിച്ചിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയമായി നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം എല്ലാ ഭാവങ്ങളും എല്ലാവർക്കും വേണ്ടി സഹോദരി സഹോദരന്മാരെ, മലബാർ ഗോൾഡിന്റെ ചെയർമാനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹവും ഈ സ്ഥാപനത്തിന്റെ മിക്കവാറും ഡയറക്ടർമാരും പേരാമ്പ്രയുമായി ബന്ധമുള്ളവരാണ്. പരമാവധി ഇൻവെസ്റ്റ്മെന്റ് പേരാമ്പ്രയിലേക്ക് എത്തും. അത് തൊഴിൽ മേഖലയിലും നാടിന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും സഹായകരമാകും. അതിന് സഹായകരമായ നിലയിൽ കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരാൻ അഹമ്മദ് ഖയുടെ ഇടപെടലും സഹായവും മുൻകൈയും ഇതോടൊപ്പം ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് മലബാർ ജ്വല്ലറിയുടെ എല്ലാ തലങ്ങളിലുമുള്ള അവരുടെ പ്രവർത്തനങ്ങൾക്ക് വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദ്യം. മലബാറിന്റെ പേരാമ്പ്ര ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്ത് ഇവിടെ സംസാരിച്ചത് പ്രത്യേകിച്ചും പേരാമ്പ്രയുടെ മാനസപുത്രൻ നമ്മുടെ പ്രിയങ്കര MLA TP രാമകൃഷ്ണൻ അവர்களാണ്. അടുത്തതായി സംസാരിക്കാനായി KPCC സെക്രട്ടറി ശ്രീ സത്യൻ വെളിയങ്ങാട് അവരുടെ സ്നേഹപൂർവ്വം ഒരു നല്ല വീഡിയോയോട് തന്നെ സ്വാഗതം ചെയ്യുന്നു. വിവിധ മേഖലകളിൽ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ള വ്യക്തിത്വങ്ങളെ, മലബാർ ഗോൾഡിന്റെ ഈ സ്ഥാപനത്തിന് മുഴുവൻ ഭാവങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വന്ദേ മാതരം. പേരാമ്പ്രയുടെ സർവൈശ്വര്യമായി ഈ സ്ഥാപനം നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് പാർട്ടിയുടെ അഭിവാദ്യങ്ങൾ നേരുന്നു. നിർത്തുന്നു. നമസ്കാരം. ഡൽഹിയിൽ നിന്നും UPയും ബീഹാർ എല്ലാം പോയ ഒരു വ്യക്തിയാണ്. നിങ്ങൾ ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാണണം അവിടുത്തെ കഷ്ടപ്പാട്. അവിടെ കുട്ടികൾ റോഡ് മേലാണ്. കുട്ടികൾ വലിയ ആൾക്കാരല്ല, അവർക്ക് ഭക്ഷണം ഇല്ല. ഒരു നേരത്തെ ഭക്ഷണം ഇല്ലാത്തൊരു ഡൽഹി എന്ന് പറയുന്നത് നമ്മളെ ക്യാപിറ്റലിൽ ഒരു നേരത്തെ ഭക്ഷണം ഇല്ല. നിങ്ങൾ ബീഹാറിലും UPയിലും പോയാൽ കുട്ടികൾ ഭക്ഷണം ഇല്ലാണ്ട് രാത്രി കിടക്കുന്നത്. അതുകൊണ്ടാണ് അഹമ്മദ് ഖാ ഈ ഹങ്കർ ഫോർ ഗ്ലോബൽ, എല്ലാവർക്കും ഭക്ഷണം വേണം അല്ലേ, എല്ലാവർക്കും ഭക്ഷണം വേണം എന്ന് പറഞ്ഞത്. ചിലപ്പോൾ നമ്മൾ മലയാളികൾ വിചാരിക്കും ഭക്ഷണം ഇവിടെ ഭക്ഷണം കിട്ടുന്നുണ്ട്, കുടിവെള്ളം കിട്ടുന്നുണ്ട്. പക്ഷെ ഡൽഹി, UP, മധ്യപ്രദേശ്, രാജസ്ഥാൻ വരെ കുടിവെള്ളം കിട്ടുന്നില്ല. കുറെ സ്ഥലത്ത് മഹാരാഷ്ട്രയിൽ വരെ കുടിവെള്ളം കിട്ടുന്നില്ല, ഭക്ഷണം കിട്ടുന്നില്ല. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ എല്ലാവരും പിന്തുണ കൊടുക്കേണ്ട ഒരു കാര്യമാണിത്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ വന്നിട്ട് മലബാർ ഗോൾഡിൽ സാധനം വാങ്ങണം. ബിക്കോസ് ഇത് തിരിച്ചു കൊടുക്കുന്നത് സമൂഹത്തിനാണ്. മലബാർ ഗോൾഡും മലബാർ ഗോൾഡ് ചെയർപേഴ്സൺ അതൊക്കെ ഞാൻ എൻ്റെ ഒരു ട്രസ്റ്റ് നടത്തുന്നുണ്ട് കണ്ണൂര്. അതിന് വേണ്ടിയിട്ടും മരുന്ന് കിട്ടാൻ വേണ്ടിയിട്ടും എന്നെ സഹായിക്കുന്നതാണ് മലബാർ ഗോൾഡ്. ഞങ്ങൾ മരുന്ന് കൊടുക്കുന്നുണ്ട്. അത് നേരെ മലബാർ ഗോൾഡ് അവരെ സഹായിക്കുന്ന അവരെ CSR ഫണ്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ അടുത്ത് എല്ലാവിധ ആശംസകളും. ഈ സെന്റർ നല്ലോണം മറ്റേ സെന്റേഴ്സ് പോലെ നല്ലോണം മുന്നോട്ട് പോകണം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. പ്രിയപ്പെട്ടവരുണ്ട്, അതേപോലെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് നാനാദേശങ്ങളിൽ നിന്നുമുള്ളവരൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയപൂർവ്വമുള്ള നന്ദി അറിയിക്കുകയാണ്. മലബാറിനെ ഇത്ര വർഷക്കാലങ്ങളും സപ്പോർട്ട് ചെയ്തതിന്. അപ്പൊ ഞങ്ങൾ രജനീകാന്തിന്റെ ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു ഡയലോഗ് കണക്കെടുക്കാൻ ആഗ്രഹിക്കുന്നു. ലേറ്റായി വന്നാലും ഞങ്ങൾ സ്റ്റൈലായിട്ട് വരും. അങ്ങനെ തന്നെ ഞങ്ങൾ പേരാമ്പ്രയുടെ മണ്ണിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി മുമ്പോട്ടും എല്ലാവരുടെയും സ്നേഹ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പൊ എത്തിച്ചേർന്ന എല്ലാവർക്കും, ക്ഷണം സ്വീകരിച്ച് വന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങ് ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി ഇവിടെ എത്തിച്ചേർന്നവർക്ക് ശരി. അപ്പൊ എല്ലാവരും ഇനി ഫോട്ടോ സെഷനും ഷോറൂം വിസിറ്റും കൂടി ആവാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്ത് നിന്ന് അരിക്കുളം പഞ്ചായത്തിൽ ജനിച്ചു വളർന്നു. അതുപോലെ മെപ്പയിലും
പ്രാന്തപ്രദേശങ്ങളിൽ നടുവണ്ണൂരൊക്കെ ആയിട്ടുണ്ടായിരുന്ന അടുത്ത പഞ്ചായത്തുകളിലൊക്കെയാണ് ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളും മലബാറിൻ്റെ ഇൻവെസ്റ്റേഴ്സും ഒരുപാടുള്ളത്. അതൊക്കെ ആ രീതിയിൽ വളർന്നു. പേരാമ്പ്രയിൽ എനിക്ക് ഏകദേശം എൻ്റെ മലബാറിൻ്റെ കൂടെ തന്നെ പേരാമ്പ്ര പരിസരത്തായിട്ട് ഒരു 2000-3000 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. മലബാറിൻ്റെ 4 വർക്കിംഗ് ആൾക്കാർ പേരാമ്പ്രയിൽ നിന്ന് തന്നെ, പേരാമ്പ്രയും ചുറ്റുപാടായിട്ടുള്ള ഒരുപാട് ആൾക്കാർ മലബാറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇവിടെ നിന്നൊക്കെ പോയി ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കും മലബാർ വളരെ സന്തോഷകരമായ സാധ്യതയാണ്. നാട്ടിൽ നിന്നുള്ളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് എന്ന നിലയ്ക്ക് അവരും വളരെയധികം സ്നേഹിക്കാറുണ്ട്. ഞങ്ങൾ ഏത് പ്രദേശത്ത് പോയാലും ഏത് രാജ്യത്ത് പോയാലും ആദ്യം കുറേ മലയാളികൾ വരും, അതിൽ കുറേ നാട്ടുകാരും ഉണ്ടാവും. ആ നാട്ടുകാരാണ് ആദ്യത്തെ ഞങ്ങളുടെ ഏറ്റവും ഹെൽപ്പ്. നാട്ടിൽ തുടങ്ങണമെന്ന് ഞങ്ങൾ വളരെ മുമ്പേ ആഗ്രഹിച്ചതാണ്. സമയം ആവാൻ കുറച്ച് താമസിച്ചു എന്നുള്ളത്. സ്വന്തം സ്ഥലം എടുത്ത് കെട്ടിടങ്ങളൊക്കെ ആയി വളരെ സാവകാശത്തിൽ വരാൻ പറ്റും. ഈ കെട്ടിടത്തിൽ തന്നെ വലിയൊരു ഏരിയ ഗ്രാൻഡ് ഹൗസാണ് വരാൻ പോകുന്നത്. അതിലും സന്തോഷമുണ്ട്. കാരണം പേരാമ്പ്രയിലെ ആൾക്കാരെ ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു ലോക്കൽ ബ്രാൻഡാണ്. ഇതിന്റെ ഒരു ഈ ഷോറൂമിന് പ്രത്യേകിച്ച് ചെയർമാൻ്റെ ഒരു ജന്മനാട്ടിലേക്ക് ഷോറൂം വരുമ്പോൾ അതിന്റെ എന്തൊക്കെ പ്രത്യേകതകളാണ്? പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ ഷോറൂമിലും എല്ലാ ഐറ്റവും കിട്ടും. ഞങ്ങളുടെ പുതിയ ടെക്നോളജി അനുസരിച്ച് ഒമ്നി ചാനൽ വരുന്നുണ്ട്. ഒമ്നി ചാനലിൽ ഏത് രാജ്യത്തുള്ള ആൾക്കാർക്കും ഏത് പ്രൊഡക്റ്റും മേടിക്കാൻ പറ്റും. LSI കൂടി ഏതൊക്കെ പ്രൊഡക്റ്റ് ഏതൊക്കെ ഷോപ്പിൽ, ഇപ്പം ഇവിടെ ഡൽഹിയിലെ ഷോപ്പിലോ അല്ലെങ്കിൽ ചെന്നൈയിലെ ഷോറൂമിലുള്ള സാധനം ഇവിടെ മേടിക്കാൻ പറ്റും. എല്ലാ സ്ഥലത്തുള്ള സാധനം ഒന്നായി കാണാനും ഇവിടെയുള്ള ആൾക്കാർക്ക് ഇവിടുന്ന് ഇപ്പം അമേരിക്കയിൽ പോയി IT വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് പെങ്ങൾക്ക് പേരാമ്പ്രയിലെ പെങ്ങൾക്ക് ഓർണമെന്റ്സ് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ അവിടെ നോക്കി കണ്ടിട്ട് ഓൺലൈനിൽ ഇപ്പൊക്കെ ഡിജിറ്റലാണ്, ടെക്നോളജി വളർന്നു. ആ ടെക്നോളജി കൂടി അവിടെ നിന്ന് വാങ്ങി ഇവിടെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും. ഒരുപാട് ടെക്നോളജികളുടെ പിൻബല. ഇന്ന് ടെക്നോളജിൻ്റെ കാലഘട്ടമാണ്. ലോകം ഒരു ഗ്ലോബായിട്ട് ചുരുങ്ങുകയാണ്. ലോകം ഒന്നായി കാണുകയാണ്. അതുകൊണ്ടാണ് ഹംഗ്രി വേൾഡാണ് നമ്മൾ മൊത്തത്തിൽ കാണുന്നത്. വേൾഡിലെ മനുഷ്യരെല്ലാവരും ഒന്നാണ്. മനുഷ്യർ സ്നേഹമാണ്, സ്നേഹപ്രകടനമാണ് ഇതിൻ്റെ ഒക്കെ ഭാഗം. താങ്ക് യു.
ഇവിടെ വന്നപ്പോൾ എന്ത് തോന്നുന്നു? എന്ത് തോന്നുന്നു? ഒരുപാട് സ്വർണ്ണം വാങ്ങിക്കണം തോന്നുന്നു. ഇഷ്ടപ്പെട്ട മോഡലൊക്കെ ഉണ്ടോ? ഓക്കെ. മലബാർ ഗോൾഡില്ല കോഴിക്കോട് പർച്ചേസ് ചെയ്യാൻ പോകാറുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്താ എടുത്തത്? ഡയമണ്ട്സ് ആണോ? ഓക്കെ. രണ്ടുപേരും എടുത്തോ? എന്താ എടുത്തത്?